അവിടെ എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് സ്പീക്കറും ചെയർമാനുമാണ്, അല്ലാതെ ഗവൺമെന്റ് അല്ല. ഇങ്ങനെ ഒരു നിർദ്ദേശം പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫണ്ട് മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. Now you are going back on your word. So I'd like to know, am I allowed to speak those points or not? ചോദ്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള മറുപടി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഇന്ത്യക്ക് ഇനി അത് അവകാശപ്പെടാനുള്ള അർഹതയുണ്ടോ? നമ്മുടെ പാർലമെന്റ് അതിന്റെ വർക്കിംഗ്, അതിന്റെ ഫങ്ഷൻ പ്രോപ്പറായി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യാൻ സമ്മതിക്കുന്നില്ലേ? ഇതിന്റെ ഒക്കെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോഴേക്കും ലഭിക്കുന്നതാണ്. ഒരു പാർലമെന്റിന്റെ ഏറ്റവും വലിയ ഫംഗ്ഷനിൽ ഒന്നാണ്, അതായത് മേജർ ഫംഗ്ഷനിൽ ഒന്നാണ് ഗവൺമെന്റിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ അത് നടക്കുന്നുണ്ടോ? ഇല്ല. കാരണം PMO, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് മിണ്ടരുത് എന്നാണ്. മിണ്ടരുത് എന്നുള്ളതാണ് മാതൃഭൂമി പത്രത്തിൽ ഇന്ന് ഒന്നാമത്തെ പേജിലെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ ഫണ്ടിനെ പറ്റി മിണ്ടരുത്. 3 കേന്ദ്ര ഫണ്ടുകളെ കുറിച്ച് പാർലമെന്റിൽ ചോദ്യത്തിന് വിലക്ക്. കേന്ദ്ര നീക്കം ഫണ്ടിൽ പരിശോധന ഒഴിവാക്കാനെന്ന് കോൺഗ്രസ്. നിർദ്ദേശം നൽകിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. 3 ഫണ്ടുകളാണ്. അതൊന്ന് PM കെയേഴ്സ് ഫണ്ടാണ്. COVID-19 പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് 2020 മാർച്ച് 27-നാണ് PM കെയേഴ്സ് എന്ന ഫണ്ട് രൂപീകരിച്ചത്. പ്രധാനമന്ത്രി ദേശീയ ദുരിതാശ്വാസ ഫണ്ട്, പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ ഫണ്ട് 1948-ൽ രൂപീകരിച്ചതാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ ഉണ്ടായ അല്ലെങ്കിൽ ആ സമയത്ത് രൂപീകരിച്ച ഫണ്ടാണ്. പ്രകൃതി ദുരന്തങ്ങളിൽ മരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായം നൽകുന്നതിനാണ്. അതോടൊപ്പം തന്നെ ദേശീയ പ്രതിരോധ ഫണ്ട്, സൈന്യത്തിലെയും അർദ്ധസൈനിക വിഭാഗങ്ങളിലെയും അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സഹായിക്കുന്നതിനുള്ള ഫണ്ടാണ്. അങ്ങനെ ഈ 3 ഫണ്ടുകളെ കുറിച്ച് ചോദ്യങ്ങൾ പാടില്ല എന്നുള്ളതാണ്. ജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കുന്ന കേന്ദ്ര സർക്കാർ ഫണ്ടുകളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള ജനപ്രതിനിധികളുടെ അവകാശത്തിനും അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തിനും തടയിടാൻ നീക്കം എന്നുള്ളതാണ് ഈ വാർത്ത ഇന്ന് ഒന്നാമത്തെ പേജിൽ മാതൃഭൂമി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി. ഇതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കാര്യം പറയാനുള്ള അധികാരം സർക്കാരിനുണ്ടോ? അല്ല, PMOന്റെ ഓഫീസിനുണ്ടോ? പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിനുണ്ടോ? ഇല്ല. പാർലമെന്റിൽ, അത് ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ, അതുപോലെ രാജ്യസഭയിലാണെങ്കിൽ ചെയർമാൻ, ഇവര് തീരുമാനിക്കണം അവിടെ എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണ്ട എന്ന്. അല്ലാതെ അത് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ഓഫീസോ അല്ലെങ്കിൽ സർക്കാരോ അല്ല തീരുമാനിക്കേണ്ടത്. അവിടെ എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് സ്പീക്കറും ചെയർമാനുമാണ്, അല്ലാതെ ഗവൺമെന്റ് അല്ല. അതേപോലെ രണ്ടാമതായിട്ടുള്ള കാര്യം ഈ ഓരോ ഫണ്ടാണ്. അതായത് ഒന്ന് PM കെയർ ഫണ്ട്. ഈ PM കെയർ ഫണ്ട് എന്ന് പറയുന്നത് അതിന്റെ സോഴ്സ്, ഫണ്ടിന്റെ സോഴ്സ് പറയുന്നത് കോർപ്പറേറ്റ് ഡൊണേഷൻ, അതുപോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് കോൺട്രിബ്യൂഷൻസ്, ഇൻഡിവിജ്വലിന്റെ ഡൊണേഷൻ, ഫോറിൻ കോൺട്രിബ്യൂഷൻസ്. ഈ കോൺട്രിബ്യൂഷൻ അതായത് പബ്ലിക്സ് നിന്ന് വാങ്ങിക്കുന്ന ഫണ്ടാണ്, അല്ലാതെ ഇവരൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഫണ്ട് അല്ല. ഒന്നാമത്തെ കാര്യം. അതുപോലെ ഒരു പാർട്ടി ഫണ്ടിന്റെ ഡീറ്റെയിൽസ് അല്ല ഈ കാര്യത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് PM കെയർ ഫണ്ടാണ്. അതായത് ജനങ്ങളിൽ നിന്നും പിരിച്ചിട്ടുള്ള ഫണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവരിപ്പോൾ തരില്ല എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, അല്ലാതെ ആരെങ്കിലും അല്ല. പ്രൈം മിനിസ്റ്റർ, അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഹെഡ് ആയിട്ടുള്ള, ക്യാബിനറ്റ് ഹെഡ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജനങ്ങളിൽ നിന്ന് പിരിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്, അത് ചോദിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുമുണ്ട്. ഇതിനെക്കുറിച്ച് റിപ്ലൈ തരേണ്ട റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റിന്റെയാണ്. ഗവൺമെന്റ് ആണ് ഈ ഫണ്ട് എടുക്കുന്നത്. അതായത് പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന ഒരു ഫണ്ടാണിത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പാർട്ടിയുടെ ഫണ്ടിന്റെ കാര്യമല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഫണ്ട് നാഷണൽ ഡിഫൻസ് ഫണ്ടാണ്. നാഷണൽ ഡിഫൻസ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1962-ലാണ്. അതുപോലെ അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഹെഡ് ചെയ്യുന്നത്, ചെയർ ചെയ്യുന്നത് അതും പ്രൈം മിനിസ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്നതാണ്. ഇതും ഒരു വെൽഫെയർ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതിന്റെ ഫണ്ടിങ് സോഴ്സ് വരുന്നത് സെയിം ആണ്. അതായത് ഇൻഡിവിജ്വൽ പബ്ലിക്സിൽ നിന്നാണ്, വോളണ്ടറി കോൺട്രിബ്യൂഷൻ ആണ് വരുന്നത്. ഇൻഡിവിജ്വൽസിന് തന്നെയാണ് ഈ ഫണ്ടും വരുന്നത്. അതുപോലെ ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ഈ ഒരു ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് വെൽഫെയർ ഓഫ് ആംഡ് ഫോഴ്സ് മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടും അതുപോലെ അവരുടെ ഡിപ്പെൻഡൻസിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ആണ് ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വെൽഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തത് പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടാണ്. ഈ ഫണ്ടും ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് സെയിം സോഴ്സ് തന്നെയാണ്. അതായത് ബഡ്ജറ്ററി സപ്പോർട്ട് ഒന്നും ഇതിനുമില്ല.
ഇതിനുള്ളതെന്ന് പറഞ്ഞാൽ പബ്ലിക് കോൺട്രിബ്യൂഷൻ മാത്രമാണ്. അതായത് നമ്മളെ പോലത്തെ പബ്ലിക്സിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് മാത്രമാണ് ഇതിലൊക്കെ ഉള്ളത്. അപ്പോൾ ഈ 3 ഫണ്ടിനെ കുറിച്ച് സംസാരിക്കേണ്ട എന്ന് PMO പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ അതിലെന്തോ ഉണ്ടല്ലോ. അതായത് ആ ഫണ്ട് വിനിയോഗിക്കേണ്ട രീതിയിലാണ് വിനിയോഗിച്ചിട്ടുള്ളെങ്കിൽ ഇങ്ങനെ ഒരു മിണ്ടരുത് എന്ന് പറയേണ്ട കാര്യമില്ല. അതായത് ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ പാർലമെന്റിൽ വരരുത് എന്ന് പറയേണ്ട കാര്യമില്ല. ഇത് പ്രോപ്പറായി വിനിയോഗിച്ചതാണെങ്കിൽ, അതായത് ഇത് എത്തേണ്ടടുത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളെങ്കിൽ ഒരിക്കലും PMOന്റെ ഓഫീസിൽ നിന്നും ഇങ്ങനെ ഒരു നിർദ്ദേശം പോവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫണ്ട് മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് ഇതിനെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കരുത് എന്ന് പറയുന്നത്. പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുക ഒപ്പോസിഷൻ പാർട്ടിയാണ്. അപ്പോൾ അവിടെ ഒപ്പോസിഷൻ പാർട്ടിയുടെ റൈറ്റിനെയാണ്, അതായത് അവിടെ ചോദ്യം ചെയ്യുന്ന പാർലമെന്റിൽ ഗവൺമെന്റിനെ സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ട ആ ഒരു റൈറ്റിനെയാണ്, പാർലമെന്റിന്റെ മെയിൻ ഫംഗ്ഷനെയാണ് ഇവരിപ്പോൾ ചോദ്യം ചെയ്തിട്ടുള്ളത്. പബ്ലിക്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഫണ്ടാണത്. അപ്പോൾ അതിനെക്കുറിച്ച് അത് എങ്ങനെ വിനിയോഗിച്ചു, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കൃത്രിമങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള അവകാശം ഓരോ പബ്ലിക്സിനുമുണ്ട്. ആ ഒരു കാര്യം കൂടിയാണ് ഇവിടെ ഹനിക്കപ്പെട്ടിട്ടുള്ളത്. मैम, 1 घंटा पहले स्पीकर साहब के पास हम गए, मैंने, member of the house went, and speaker committed to us, personally committed to us, that I will be allowed to speak here and raise some points before the budget discussion. Now you are going back on your word. So I'd like to know, am I allowed to speak those points or not? माननीय सदस्य प्लीज नहीं, वो सुनना नहीं चाहते, छोड़ दीजिए, तो वो अपने आप कमिटमेंट ले लेंगे। माननीय सदस्य, Speaker साहब। मेरे पास आपका कोई नोटिस नहीं आया है और मुझे नहीं मालूम कि आपका क्या विषय है। ये नोटिस आएगा किसी विषय पर, उसके बाद का निर्णय। രാഹുൽ ഗാന്ധിന്റെ ആ നോട്ടം കണ്ടില്ലേ? അതായത് ഇതിന് മുൻപ് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ ഡിസ്കസ് ചെയ്യാൻ? അതായത് ഒരു 2-3 പോയിന്റ്സ് പറയാൻ വേണ്ടിയിട്ട്. അതായത് അദ്ദേഹം എന്ന് പറയുന്നത് ഓപ്പോസിഷൻ ലീഡറാണ്, ആ കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ രാഹുൽ ഗാന്ധി മുൻകൂട്ടി സ്പീക്കറിന്റെ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 2-3 പോയിന്റ് ബഡ്ജറ്റ് ഡിസ്കഷന് മുൻപ് പറയാനുള്ള പെർമിഷൻ. പക്ഷേ അവിടെ എത്തിയപ്പോൾ, അവിടെ ഈ കാര്യം സംസാരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് അങ്ങോട്ട് നോക്കി, വേണോ, വേണ്ട, എന്നാ വേണ്ട, നോട്ടീസൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് വേണ്ടായിരുന്നു. അതായത് നമ്മളുടെ പാർലമെന്റിലെ ഒപ്പോസിഷൻ ലീഡറായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് പോലും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. നമുക്കറിയാം ഈ ഒരു കാര്യം മാത്രമല്ല, അതായത് ഒരു 2-3 പോയിന്റ് പറഞ്ഞെന്ന് വെച്ചിട്ട് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ചില ആളുകൾക്ക് പറയും ബഡ്ജറ്റ് ഡിസ്കഷന് മുമ്പ് എങ്ങനെ ഒരു സംഭവം ഇനി മുമ്പ് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പറയുന്നവരോട് പണ്ടൊക്കെ നടന്നതുപോലെയാണോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു 2-3 പോയിന്റ് ലോക്സഭയിലെ, അതായത് ഒപ്പോസിഷൻ ലീഡർ പറഞ്ഞെന്ന് വെച്ചിട്ട് അവിടെ ഭൂമി ഇടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല. പിന്നെ പാർലമെന്റിലെ ഫംഗ്ഷനെ കുറിച്ച് പറയുന്ന കഴിഞ്ഞ സെഷൻ അടക്കം പല ചോദ്യങ്ങൾക്കും ഗവൺമെന്റ് ഉത്തരം തന്നിട്ടില്ല. പല ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു, അതിനൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു മറുപടിയെ കൊടുത്തിട്ടില്ല. ചിലതിന് പ്രോപ്പർ ആയിട്ടുള്ള മറുപടി കൊടുത്തിട്ടുമില്ല. ഇങ്ങനെയാണോ ഒരു രാജ്യത്തിന്റെ പാർലമെന്റ് ഫംഗ്ഷൻ ചെയ്യേണ്ടത്? ഒരു ഗവൺമെന്റിന്റെ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കണ്ട എന്ന് പറയുന്നു, മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഓൾറെഡി പോയി. ഓക്കെ, പിന്നെ ചോദ്യം ചോദിച്ചാലോ അതിനുള്ള ഉത്തരങ്ങൾ, പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരങ്ങൾ നൽകുന്നുമില്ല. ഇങ്ങനെയാണോ ഒരു പാർലമെന്റ് വർക്ക് ചെയ്യേണ്ടത്? ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു പാർലമെന്റ് എന്തിനാണ്? ഗവൺമെന്റിനെ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് ഗവൺമെന്റ് എന്ന് പറയുന്നത് ലോക്സഭയിൽ റെസ്പോൺസിബിൾ ആണ്. ദേ ആർ റെസ്പോൺസിബിൾ ടു ദി ലോക്സഭ എന്നാണ് പറയുന്നത്, ക്യാബിനറ്റ്. പക്ഷേ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ലോക്സഭയും പാർലമെന്റും ഒക്കെ നമുക്ക് ആവശ്യമുണ്ടോ? സ്റ്റിൽ നമ്മളൊക്കെ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന്. ഇപ്പോഴും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതേ കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനത്തിന്റെ റെപ്രസെന്റേറ്റീവ്സിന്
ചോദ്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള മറുപടി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്? ചോദ്യങ്ങൾ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ 89,000 സ്കൂളുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് പാർലമെന്റിൽ ഗവൺമെന്റ് തന്നെ വെച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഇനി ഈ റിപ്പോർട്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ട് വരണ്ട. കഴിഞ്ഞ സെഷനിൽ പാർലമെന്റിൽ ഗവൺമെന്റ് തന്നെ, അതായത് കേന്ദ്ര സർക്കാർ തന്നെ വെച്ചിട്ടുള്ള കണക്കുകളാണ്. 89,000 സ്കൂളുകൾ അടച്ചു പൂട്ടിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ഭയക്കുന്നതായിട്ടാണോ ഈ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടുന്നത്? കാരണം ആളുകൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളെ ഭയന്നിട്ടാണോ ഈ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടിയിട്ടുള്ളത്?